ഒരു ദിവസമേ രാവിലെ ഞാൻ എഴുന്നേറ്റ് കഴിഞ്ഞപ്പം നമ്മുടെ ടി വി ചാനലുകളിലൊക്കെ ഒരു ഫ്ലാഷ് ന്യൂസ്, മണ്ണിടിച്ചിൽ, അവിടെ ഒരു മലയാളി യുവാവ് അകപ്പെട്ടു പോയി, അതേപറ്റി ഇപ്പോൾ യാതൊരു വിവരവുമില്ല. ഈ സംഭവം കഴിഞ്ഞ് ഒരു ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഈ വാർത്ത കാണുന്നത്. അത് വാർത്താ ചാനലുകൾക്കെല്ലാം ഭയങ്കര ഒരു സപ്പോർട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് അർജുൻ്റെ വിഷയമാണ്. ആദ്യത്തെ ദിവസം നമ്മൾ വിചാരിച്ചു സാധാരണ പോലെ ഒരു മണ്ണിടിച്ചിൽ, എന്താ നമുക്ക് പരിചയമില്ലാത്തൊരു വ്യക്തി, നമ്മളുടെ ആരുമല്ല, പിന്നെ അവന് വേണ്ടി എന്തിനു നമ്മൾ ഇച്ചിരി നേരം നോക്കിയിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു റിപ്പോർട്ടർ ടി വി ഇതിൻ്റെ പുറകെ തന്നെ തുടർച്ചയായിട്ട് പോവുകയും അത് നമ്മളെ ആകർഷിക്കുകയും ചെയ്യും. അന്ന് നമ്മുടെ കൂടെ കൂടിയതാണ് അർജുൻ എന്ന് പറയുന്ന വ്യക്തി. ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമ്മൾ നേരത്തെ കണ്ടിട്ടില്ല, നേരത്തെ പരിചയമില്ല, ജീവിതത്തിൽ ഒരിക്കലും കാണാത്ത ആ വ്യക്തി നമ്മുടെ കൂടെ കൂടുകയാണ്. അതിനുശേഷം ഓരോ രാവിലും പകലിലും എനിക്ക് തോന്നുന്നു രാത്രി ഉറങ്ങുന്നതിന് മുമ്പും ഞാൻ അവനെപ്പറ്റി ചിന്തിക്കും. ഉണർന്നു കഴിഞ്ഞാലും പെട്ടെന്ന് ടി വി വെച്ച് നോക്കും, അല്ലെങ്കിൽ ഫോൺ എടുത്ത് യൂട്യൂബ് ഏതെങ്കിലുമൊക്കെ പരന്ന് നോക്കും, അവനെപ്പറ്റി ഏതെങ്കിലും വിവരം കിട്ടിയോ എന്ന്. കിട്ടിയിട്ടില്ല. പിന്നെയും അടുത്ത ദിവസത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പ്, അല്ലെങ്കിൽ മണിക്കൂർ ഇടവിട്ട് നോക്കിക്കൊണ്ടേയിരിക്കും. അങ്ങനെ അവൻ എൻ്റെ മനസ്സിലേക്ക് കയറി കൂടുകയാണ്. അങ്ങനെ എനിക്ക് തോന്നുന്നു കേരളത്തിലെ മലയാളികളായ മിക്കവാറും എല്ലാവർക്കും അവനെ മനസ്സിൽ കൂടിപ്പറ്റിയ കാലമായിരുന്നു കുറച്ച് ദിവസം. തിരിച്ച് കിട്ടുമെന്നുള്ള പ്രതീക്ഷയോടെ നമ്മൾ കാത്തിരുന്നു. ദിവസങ്ങൾ കഴിയുന്തോറും നമ്മുടെ പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചു. തിരച്ചിലൊക്കെ നിർത്തി. ആ മൺകൂനയിൽ എവിടെയോ, അല്ലെങ്കിൽ നദിയിലെവിടെയോ, ഒഴുക്കിൽപ്പെട്ട അവനെവിടെയോ കാണും. നമ്മൾ പ്രതീക്ഷ കൈവിടിയത്തില്ല. ഞാൻ പറഞ്ഞില്ലേ, ഇത് കുറച്ച് ദിവസം നമ്മുടെ ഉള്ളിൽ നീണ്ടു നിൽക്കും. പക്ഷെ ഞാൻ ചിന്തിക്കുന്നത് അവരുടെ വീട്ടുകാരെ പറ്റിയാണ്. അച്ഛൻ, അമ്മ, ആ കൊച്ചു കുഞ്ഞ്, അല്ലെങ്കിൽ ഭാര്യ, പെങ്ങള്, അളിയൻ, അങ്ങനെ പോകുന്ന ഒരു നീണ്ട നിര. അവനെ എന്നും കാണുകയും അവനോട് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നവരുടെ അവസ്ഥ എന്ത് പരിതാപകരമായിരിക്കും അല്ലേ? നമുക്കിത്രയും വിഷമം ഉണ്ടാകും. ഞാൻ ഈ തിരച്ചിൽ അവസാനിച്ചു എന്ന് പറഞ്ഞപ്പം നമുക്ക് വളരെയധികം വിഷമമായി. ഞാൻ അറിയാതെ തന്നെ എൻ്റെ കണ്ണുകൾ നിറയുന്നു, കണ്ണുനീരൊഴുകുന്നു. ഒരവസ്ഥയാണത്. അതെങ്ങനെ പറഞ്ഞു പ്രതിഫലിക്കണം എന്നെനിക്കറിയില്ല. ഞാൻ ഇന്നലെ വീഡിയോ ചെയ്യുന്നത് എനിക്കൊരു അമർഷം ഉണ്ടായിരുന്നു. നമ്മൾ അമർഷം ഈ പ്രതിഷേധിച്ചിട്ട് കാര്യമില്ല. എന്താ പറയുന്നത്, ഞാൻ പറഞ്ഞില്ലേ, ഒരു പരിധി വരെ താഴേക്കിടയിൽ നിൽക്കുന്ന മനുഷ്യർ ഒരു പരിധി വരെ ഒരു വല്ലാത്ത അവസ്ഥയിലാണ്. അവൻ്റെ മനസ്സിലെല്ലാം ഉണ്ട്, പക്ഷെ പ്രതിഷേധിക്കാനും പ്രതികരിക്കാനും പോലും അവന് കഴിയാത്ത ഒരവസ്ഥ. അതുതന്നെയാണ് എനിക്ക് തോന്നിയത്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? തിരച്ചിൽ അവസാനിപ്പിച്ചു. അവർക്ക് അവരുടേതായ കാര്യങ്ങളും ന്യായീകരണങ്ങളും ഒക്കെ കാണും. ആ കുത്തൊഴുക്കിൽ ഇറങ്ങാൻ ആർക്കും കഴിയുന്നില്ല എന്നുള്ളതാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറയുമ്പോൾ, ഇങ്ങനെയുള്ള കുത്തൊഴുക്കുകളും പുഴകളും ഒക്കെയുള്ള പ്രദേശങ്ങളാണ് ഇന്ത്യയിലും എമ്പാടും. അവിടെ ഒരു ജീവൻ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ, ആ മനുഷ്യന് ജീവനുണ്ടെങ്കിൽ അവനെ ഒരിക്കലും നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റത്തില്ല എന്ന് കരുതുന്നിടത്താണ് നമ്മൾ ഫുൾ സ്റ്റോപ്പിലാണ്. അതിനുള്ള ആധുനിക സജ്ജീകരണങ്ങൾ നമ്മൾ കണ്ടെത്തണം. അതില്ല. ഇപ്പം 13 ദിവസം കഴിഞ്ഞിട്ട് പിന്നെ പറയുന്നത് കേട്ടു മറ്റേത് കൊണ്ടുവരണം, മറിച്ചേത് കൊണ്ടുവരണം എന്നൊക്കെ പറയുന്നത് കേട്ടു. ഇത്രയും ദിവസം നമ്മുടെ കൺമുമ്പിലുണ്ടായിരുന്നു. ഇതൊന്നും നമുക്ക് ടൈമില്ല. ഞാൻ പറഞ്ഞില്ലേ, വീട്ടുകാരെ പറ്റി ആലോചിക്കും എന്ന് പറഞ്ഞില്ല. ഞാൻ ദൃശ്യം സിനിമയിലെ ഒരു ഡയലോഗുണ്ട്. നമ്മുടെ ലാസ്റ്റ് മോഹൻലാലും സിദ്ദിഖും കൂടെ ചേർന്ന് മോഹൻലാലിനെ കാണാൻ വരും. സിദ്ദിഖിൻ്റെ ഭാര്യയും കൂടെ. എല്ലാം തകർന്ന, മകനെ നഷ്ടപ്പെട്ട ഒരമ്മയച്ഛൻ.
അന്നേരം അവർ ചോദിക്കുന്നുണ്ട്, ഞങ്ങളുടെ മകൻ എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞ ആഗ്രഹം കൊണ്ട് ചോദിക്കുക. അതുപോലെ ആ ഡയലോഗുണ്ട്, ഓരോ കോളിംഗ് ബെല്ല് അമർത്തുമ്പോഴും അവൻ തിരിച്ചു വന്നോ എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. അതുപോലെ ഓരോ ഫോൺ ബെല്ല് അടിക്കുമ്പോഴും അവൻ്റെ മറുതലയിൽ അവനാണോ എന്നൊരു തോന്നൽ. ആ പ്രതീക്ഷയിൽ ഞങ്ങൾ എത്ര നാളാണ് ഇങ്ങനെ ജീവിച്ചിരിക്കുന്നത് എന്ന് ചോദിക്കുന്ന അച്ഛൻ്റെയും അമ്മയുടെയും നിസ്സഹാവസ്ഥ ആ പടത്തിനകത്ത് നമ്മൾ തുറന്നു കാണിച്ചു. എനിക്ക് തോന്നുന്നു ആ പടത്തിലെ ഏറ്റവും ടച്ചിങ് മൂമെൻ്റ് അത് തന്നെയാണ്. അതുപോലെ തന്നെയാണ് അർജുൻ്റെ അമ്മയുടെയും അച്ഛൻ്റെയും ഭാര്യയുടെയൊക്കെ അവസ്ഥ. ഓരോ കോളിംഗ് ബെല്ല് അമർത്തുമ്പോഴും അവൻ തിരിച്ചു വന്നോ എന്നുള്ളൊരു പ്രതീക്ഷ, ഓരോ ഫോൺ ബെല്ല് അടിക്കുമ്പോഴും അവനെപ്പറ്റിയുള്ള കാര്യമാണോ എന്നുള്ളൊരു പ്രതീക്ഷ. അതൊരിക്കലും അവരിൽ അവസാനിക്കുന്നില്ല. ഞാൻ ആ തിരച്ചിൽ അവസാനിപ്പിക്കുമ്പോഴുള്ള ഒരു പ്രശ്നമാണ് പറയുന്നത്. ആ തിരച്ചിൽ നടത്തി ഈ അർജുൻ എന്ന് പറയുന്ന വ്യക്തിയെ അത് ജീവനോടെ ഉണ്ടെങ്കിലോ അല്ലാതെയോ കൊണ്ടുവരുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ നഷ്ടപ്പെട്ടു എന്നൊരു തോന്നലുണ്ടാക്കാൻ പറ്റും. ഇത് തിരിച്ച് കിട്ടാത്തിടത്തോളം കാലം ആ തോന്നലുകൾ ഉണ്ടാകുന്നേയില്ല. ജീവനോടുണ്ട് എന്നെങ്കിലും തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷയിൽ നമുക്ക് കാത്തിരിക്കേണ്ടി വരിക എന്ന് പറയുന്നൊരു കാര്യമുണ്ടല്ലോ, അത് വല്ലാത്തൊരവസ്ഥയാണ്. അത് എനിക്കത് ചിന്തിക്കാൻ കൂടി വയ്യ. ഞാൻ ഒരു തോന്നൽ എന്നും രാവിലെയും വൈകുന്നേരവും രാത്രിയിലും ഒക്കെ നമ്മൾ ഈ 10-13 ദിവസം അനുഭവിച്ചൊരു പ്രയാസമുണ്ട്. ഓരോ ദിവസവും തിരിച്ച് കിട്ടുമോ എന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ മലയാളികളെല്ലാം ജീവിച്ചൊരു സമയമുണ്ട് ഈ അർജുനു വേണ്ടി. അതൊരു ഇതാണ്. ഞാൻ എപ്പോഴും ആലോചിക്കും, എന്തിനു വേണ്ടി നമ്മളെ ആരെങ്കിലും ആണോ, നമ്മൾ അവനെ കണ്ടിട്ടുണ്ടോ എന്നൊക്കെ ഞാൻ പലപ്പോഴും ഇരുന്ന് ചിന്തിക്കാറുണ്ട്. പിന്നെ നിൻ്റെ മനസ്സെന്തിനിടിക്കുന്നു? ഓരോ പ്രാവശ്യവും ഓരോ മണിക്കൂർ കഴിയുന്തോറും അവനെ കിട്ടിയില്ല എന്നത് നീ എന്തിന് വിഷമിക്കുന്നു എന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. പക്ഷേ അതങ്ങനെയാണ്. ഞാൻ പറഞ്ഞില്ലേ, ഒരു മനസ്സുകൾ തമ്മിൽ പണ്ട് നമ്മളിപ്പോഴും നാട്ടും പറഞ്ഞ ആത്മാവുകൾ തമ്മിലുള്ളൊരു സംഗമം എന്ന് പറയും, മനസ്സുകൾ തമ്മിലുള്ളൊരു പൊരുത്തം. അതുതന്നെയാകാം ഒരുപക്ഷെ അല്ലേ. എങ്ങോ ഇരുന്ന് അവൻ നമ്മളെ എല്ലാവരെയും കൂടെ വിളിക്കുകയാണ്. ഒരു വല്ലാത്തൊരവസ്ഥ. എന്താ എനിക്കറിയില്ല പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്. ഞാനതാണ് പറഞ്ഞത്. ഈ തിരച്ചിൽ അവസാനിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം നമുക്ക് പൊട്ടിത്തെറിക്കണമെന്നുണ്ട്. അന്നേരം വീഡിയോ ഇടണം. എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ എപ്പോഴും പറയുന്ന പോലെ ധാർമ്മിക രോഷം നമ്മൾ പ്രകടിപ്പിച്ചിട്ട് കാര്യമില്ല. നമുക്ക് അവിടെ ചെന്ന് മുങ്ങി പൊക്കി അവിടെ നോക്കാനോ ഒന്നും നമുക്ക് കഴിയില്ല. നമ്മൾ അതിനുള്ള ബില്ലിങ് അല്ല. പക്ഷെ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപക്ഷെ നമ്മളവിടെ ചെന്നാൽ തന്നെ നമ്മളെ ഇറക്കത്ത് പോലും ഇല്ല. അതിന് ചുമതലപ്പെട്ടവർ അവർ പരാജയപ്പെട്ടു പോകും. അവിടെയാണ് പ്രശ്നം വരുന്നത്. നാളെ ആർക്കും ഇങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ അല്ലേ. പക്ഷെ ഞാനിത് പറഞ്ഞില്ലേ, നമ്മൾ നാളെ മറ്റൊരു വിഷയം വരുമ്പം അല്ലെങ്കിൽ ടി വി വാർത്താ മാധ്യമങ്ങളിൽ വേറൊരു വിഷയം വന്നപ്പോൾ അവൻ അതിൻ്റെ പുറയും, നമ്മളും അതിൻ്റെ പുറയും. ഇനിയും കുറച്ച് ദിവസങ്ങൾ 2-3 ദിവസം കഴിയുമ്പം നമ്മുടെ ജീവിതത്തിൻ്റെ പല പ്രശ്നങ്ങളുണ്ട്. നമ്മുടേതായ പ്രശ്നങ്ങൾ നമ്മൾ നേരിടേണ്ടി വരുമ്പം നമ്മൾ അതിലേക്ക് ഇഴഞ്ഞേരും. അർജുൻ ഒരു വിഷയമേ അല്ലാതാവും നമ്മുടെ ജീവിതത്തിൽ. പക്ഷേ അച്ഛനും അമ്മയ്ക്കും ആ ഭാര്യയ്ക്കുമൊക്കെ എന്തായിരിക്കും അല്ലേ, അവരുടെ ജീവിതത്തിലേക്ക് എന്നേക്കുമായിട്ട് ഓരോ ജീവനുകളും ഓരോ മനുഷ്യനും ഓരോ വ്യക്തികളുടെ ജീവിതത്തിൽ ചെലുത്തുന്ന സ്വാധീനം വളരെ വലുതാണ്. അത് അവരുടെ പ്രിയപ്പെട്ട ഒരു വ്യക്തിയും കൂടെ ആകുമ്പോൾ അത് വളരെ വലുതായിരിക്കും. ആ അച്ഛനും അമ്മയ്ക്കും അതിനുള്ള എന്താ പറയുന്നത്, ഒരു ആരോഗ്യവും സഹിക്കാനുള്ള ഒരു കരുത്തുമൊക്കെ കിട്ടട്ടെ എന്ന് മാത്രമേ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റത്തുള്ളൂ. അതിനുവേണ്ടി
ഇനി നാളെ എന്താ സംഭവിക്കുന്നില്ല, അത് ഇനി തിരച്ച് 2 ദിവസം കഴിഞ്ഞ് തുടങ്ങുമെന്നൊക്കെ പറയും. എനിക്കത് വലിയ പ്രതീക്ഷയൊന്നുമില്ല. ഇനി എങ്ങനെ തിരച്ച് തുടങ്ങാൻ? അതിലിപ്പോൾ മണ്ണിനടിയിലായിക്കഴിഞ്ഞാൽ മരിച്ചെങ്കിൽ ശരീരത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും അല്ലേ? അത് നമുക്ക് പ്രതീക്ഷിക്കാനേ പറ്റിയില്ല. പിന്നെ അത്ഭുതങ്ങൾ പലതും സംഭവിക്കട്ടെ എന്ന് മാത്രമേ നമുക്ക് ആഗ്രഹിക്കാൻ പറ്റൂ. അപ്പോൾ മറ്റൊരു വിഷയമായിട്ട് വീണ്ടും ഞാൻ എത്താം. ഇത് എനിക്ക് തോന്നുന്നു അർജുൻ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഒത്തിരി വീഡിയോ ചെയ്തു. ഒരുപക്ഷെ ഇത് അവസാനത്തെ വീഡിയോ ആയിരിക്കും. ഞാൻ പക്ഷേ എന്നും വാർത്തകളിലും പത്രങ്ങളിലും ടി വികളിലും ഒക്കെ നോക്കും, നിന്നെ തിരിച്ച് കിട്ടിയിട്ടുണ്ടോ എന്ന്. ആ തിരിച്ച് കിട്ടുന്ന നിമിഷത്തിന് വേണ്ടിയാണ് എൻ്റെ ഓരോ പകലുകളും. ഞാൻ പറഞ്ഞില്ലേ, ഒരുപക്ഷെ നാളെയോ മറ്റന്നാളോ ഒക്കെ ആയിട്ട് ഞാൻ മറന്നു പോവാം. എന്നാലും നിനക്ക് വേണ്ടി ഒരു വല്ലാത്ത, ഞാൻ പറഞ്ഞില്ലേ, പെട്ടെന്നൊരു, ഇതിനെ വേറൊരു വിഷയമാണ്. ഞാൻ എപ്പോഴും ടി വി ചാനലുകൾ വഹിച്ച പങ്ക് വളരെ വലുതായി. കാരണം എങ്ങോ ആരോ അറിയാതെ പോകേണ്ട ഒരു കേസ് അവർ തന്നെയാണ് ഇത്രയും കുത്തിപ്പൊക്കിയത്. അവരുടെ ഒരു എന്താ പറയുന്നത്, വലിയൊരു കഴിവ് തന്നെയായിരുന്നു. അതുകൊണ്ടാണ് നമ്മളൊക്കെ അറിഞ്ഞല്ലേ. അപ്പോൾ മറ്റൊരു വിഷയമായി വീണ്ടും ഞാൻ എത്താം. ഓക്കെ, ബൈ.